ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. അപ്പോൾ എൻ്റെ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മച്ചന്മാരെ, ഞാനിപ്പോൾ ഉള്ളത് ലേയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കർദുങ്ങിലേക്ക് പോയി കറങ്ങി തിരിച്ചു വന്ന് വീണ്ടും ലേ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങി റെസ്റ്റ് എടുത്തതിന് ശേഷം പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഇപ്പോൾ 6:30 മണിയായിട്ടാണ്. 6:30 മണിക്ക് നമ്മൾ നേരെ ഉംലിംഗ്ല പോകാനുള്ള പരിപാടിയിലാണ്. ഉംലിംഗ്ല പോകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ആദ്യം ഹാൻഡ്ലേ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ എത്തേണ്ടത്. അവിടെ നിന്ന് കുറച്ചടുത്താണ് ഉംലിംഗ്ല. ഓക്കെ, അപ്പം ഏകദേശം 256 കിലോമീറ്റർ ഉണ്ട് ഹാൻഡ്ലേക്ക്. ഉംലിംഗ്ല എക്സാക്റ്റ് മാപ്പിലൊന്നും ലൊക്കേഷൻ കാണിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഹാൻഡ്ലേ പോകുന്നത്. ഹാൻഡ്ലേയിൽ സ്റ്റേ എടുത്തിട്ടായിരിക്കും നമ്മൾ ഉംലിംഗ്ല കയറി ഇറങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കർദുങ്ങില പോയപ്പോൾ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് കയറി നോക്ക്. ഞാൻ എൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ എൻ്റെ കൂടെ റൈഡിന് നമ്മുടെ ജിജിൻ, മിഷാൽ, രാഹുൽ എന്നിവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ 450-ലും 411-ലും ആയിട്ടാണ് മറ്റ് 3 പേരും വരുന്നത്. അപ്പോൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. ഇന്ന് 19ാമത്തെ ദിവസമായിരിക്കുകയാണ് നമ്മൾ റൈഡ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ കറങ്ങിയാണ് ഇങ്ങനെ വന്നത് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനാണ് ഉംലിംഗ്ല. ഓക്കെ, ഉംലിംഗ്ലയും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൈഡിൻ്റെ ആ ഒരു സെറ്റപ്പ്, ഈ റൈഡിൻ്റെ ആ ഒരു ഡെസ്റ്റിനേഷൻ ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് റിട്ടേൺ നമ്മൾ അമൃത്സർ വഴിയാണ്, കാർഗിൽ അമൃത്സർ വഴി ഇറങ്ങാനാണ് പരിപാടി. അപ്പോൾ അതൊക്കെ ചിലപ്പോഴേ വീഡിയോ ഉണ്ടാകത്തുള്ളൂ. മിക്കവാറും ഉംലിംഗ്ല വരെ ഞാൻ വ്ളോഗ് എടുക്കാൻ സാധ്യതയുള്ളൂ കേട്ടോ. നമ്മൾ ഏകദേശം 3 ദിവസത്തോളം ലേയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലേയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നല്ല വൃത്തിയാണ്, നല്ല സ്വഭാവമുള്ള നാട്ടുകാരും ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയും ഭയങ്കര സ്നേഹമൊക്കെയാണ് ഗസ്റ്റുകളുടെ അടുത്ത്. നമ്മുടെ അടുത്ത് ആവശ്യമില്ലാതൊന്നും തർക്കിക്കാനോ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ സംബന്ധിച്ച് തരാറൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ലേ മാർക്കറ്റിലൊക്കെ പോയി ഓരോ സാധനമൊക്കെ പർച്ചേസ് ചെയ്ത സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അവർ വലുതായിട്ട് നമ്മളൊന്നിനും ഫോഴ്സ് ചെയ്യത്തൊന്നുമില്ല. എല്ലാവരും നല്ല സഹകരണമാണ്. നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കും, സംസാരിക്കും. ഓക്കെ, അതാ നിങ്ങൾ ഈ കാണുന്ന പോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മണാലിയിൽ നിന്ന് ലേയിലേക്ക് വന്ന ആ ഒരു റൂട്ടാണ്. ആ റൂട്ട് ഷേ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് തോന്നുന്നു. അവിടെ നിന്നാണെന്ന് തോന്നുന്നു നമ്മൾ റൈറ്റ് ടേൺ എടുത്ത് നമ്മൾ പോകുന്നത്. ഓക്കെ, നോക്കും മച്ചന്മാരെ, എന്ത് വലിയ താഴ്വരയാണ് ലേ. ലേ എന്ന് പറഞ്ഞാൽ ചുറ്റും മലകളാൽ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വലിയൊരു താഴ്വരയാണ്. ആ താഴ്വരയിലാണ് ഈ ലേ എന്ന് പറഞ്ഞൊരു പട്ടണം ബിൽഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇത്രയും നാളും യാത്ര ചെയ്തതിൽ ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ സേ ഇറ്റ്സ് ലഡാക്ക്, ഇറ്റ്സ് ലേ. ഒരുപാട് സ്ട്രഗിൾ, ഒരുപാട് ഓഫ് റോഡുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ താണ്ടി നമ്മൾ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ് കേട്ടോ. ആ ഒരു ഫീല് അത് നമ്മൾ ബൈക്കിൽ റൈഡ് ചെയ്ത് തന്നെ വരണം, നാട്ടിൽ നിന്ന് റൈഡ് ചെയ്ത് തന്നെ വരണം. അല്ലാതെ ഫ്ലൈറ്റിൽ കയറി വന്ന് ഇറങ്ങിയിട്ട് അല്ലെ ഡൽഹിയിലോ ഇവിടെ ലേയിലോ ഒക്കെ വന്നിറങ്ങി ബൈക്ക് എടുത്ത് കറങ്ങുന്ന പോലെ അല്ല. ഒരു റൈഡറിനെ സംബന്ധിച്ച് ഇപ്പം കേരളത്തിൽ നിന്ന് റൈഡ് ചെയ്ത് കാശ്മീർ വരെ ലഡാക്ക് വരെ എത്തുക എന്ന് പറഞ്ഞതും അത് അവൻ്റെ ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ലേയിൽ നിന്ന് ഇറങ്ങി മണാലിയിലേക്ക് വരുന്ന വഴിയാണ് നമ്മൾ തിരിച്ച് ഉംലിംഗ്ലേക്ക് പോകേണ്ടത് കേട്ടോ. അത് ഇവിടെ നിന്ന് ഈ ഒരു റൗണ്ട് അബൌട്ടിൻ്റെ അവിടെ നിന്നാണ് ലെഫ്റ്റ് എടുത്ത് പോകേണ്ടത്. ഇവിടെ സരയു ചക്ര RCC എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലോമ, നൈമ, ചുമന്തങ്, ഹാൻഡ്ലേ എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മണാലി, ചണ്ഡീഗഡ്, സർച്ചു, തങ്കലങ്ക എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് പോകും. നമ്മൾ ആ ഒരു റൂട്ട് വഴിയാണ് വന്നത്. ഇപ്പോൾ നമ്മൾ പിന്നിലുള്ള റൂട്ട് ലേ ആണ്. ലേയിൽ നിന്ന് നേരെ വന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒറ്റ റോഡ് മാത്രമേ ഉള്ളൂ ഹാൻഡ്ലേക്ക്. 206 കിലോമീറ്ററും സ്ട്രെയിറ്റ് റോഡ്, സിംഗിൾ റോഡ്, നോ അതർ ഡീവിയേഷൻസ്. ഒറ്റ റോഡ് നേരെ പോയാൽ നമുക്ക് ഉംലിംഗ്ലയിലേക്ക് എത്താൻ പറ്റും. അതിന് മുന്നേ ഉള്ള സ്റ്റേ ആണ് ഹാൻഡ്ലേ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഹാൻഡ്ലയിൽ നിന്ന് അടുത്താണ് ഉംലിംഗ്ല. ഇതിൽ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് 12:15 അവിടെ എത്തുന്നതാണ്. അതിനർത്ഥം നല്ല റോഡാണെന്നാണ് നമ്മൾ തിരക്കിയപ്പോഴും എല്ലാവരും പറഞ്ഞത്. നല്ല റോഡാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നേരത്തെ കർണുകില പോയതുപോലെ വലിയ ടഫായിട്ടുള്ള റോഡൊന്നും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇന്ന് തന്നെ ഉംലിംഗ്ല കയറാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ ഗ്രാമത്തിനും ഓരോരോ പേര്, അടിപൊളി പേരുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഉള്ളത് ഷെറ, SHERA. പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇടാൻ പറ്റിയ പേരല്ലേ ഷെറ. നല്ല പേര്, നല്ല സ്ഥലം. അടുത്ത് ഹാൻഡ്ലേ പോകുന്നതിന് മുന്നേ മറ്റൊരു ഗ്രാമത്തിൻ്റെ പേരാണ് ലിക്ചെ, LICKE, ലിക്ചെ. കൊള്ളാം കേട്ടോ. കറക്റ്റ് സ്പെല്ലിംഗ് അത് തന്നെ എന്തോ. നിങ്ങളൊന്ന് കൂട്ടി വായിച്ച് നോക്കിയിട്ട് ലിക്ചെ എന്നാണ് വരുന്നതെങ്കിൽ അത് പറയാം.
ഈ താഴ്വാരത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ വെയിലുണ്ട്, ചെറിയ ചൂടുണ്ട്, ബട്ട് റണ്ണിങ്ങിൽ നമുക്ക് നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്, സ്വെറ്ററും ബേസ് ലൈനറും എല്ലാം ഇട്ടിട്ടുണ്ട്, ബട്ട് എന്നിരുന്നാലും തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ദാ ഇതിൻ്റെ സൈഡിൽ കൂടെ ഏതോ ഒരു നദി ഇങ്ങനെ ഒഴുകുന്നു, കലങ്ങി ഒഴുകുകയാണ്, പക്ഷേ എന്നിരുന്നാലും കൊള്ളാം. ബട്ട് ഫണ്ടിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫണ്ടിന് ഷോർട്ടേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ട്രെയിനിലെങ്കിലും വണ്ടി കയറ്റി വിട്ടിട്ട് ഈ ഒരു സ്ഥലങ്ങളിൽ ലഡാക്കൊക്കെ ഒന്ന് കവർ ചെയ്യുക, ബൈക്കിലൊന്ന് കവർ ചെയ്യുക, സ്വന്തം ബൈക്കിൽ കവർ ചെയ്യുക. അപ്പം അത് കിട്ടുന്നൊരു ഫീൽ വേറെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ഒരു ലഡാക്കിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്, നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ്. ഓവർ തണുപ്പുമില്ല, ഓവർ ചൂടുമില്ല, എല്ലാ സ്ഥലങ്ങൾക്കും നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും, എല്ലായിടത്തും പോകാനും പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ടൈം നമ്മളിപ്പോൾ ചൂസ് ചെയ്തത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഈ പോകുന്ന വഴിക്കൊന്നും ലിംഗ്ല എന്നൊരു ബോർഡോ ഒരു സൈനോ ഒന്നും കാണിച്ചിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മാപ്പിൽ പോലും ആ ഒരു വഴി കാണിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെ അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. നമ്മളങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ റെസ്റ്റ് എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഒരു മലയാളി പട്ടാളക്കാരനെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു യാത്രയിൽ കണ്ടു കേട്ടോ. ഇതിനു മുന്നേ തമിഴും ബാക്കിയുള്ള സ്ഥലത്തുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഇത് ഒരു കോഴിക്കോടുകാരനായിരുന്നു. നമ്മളെ വണ്ടിയുടെ നമ്പർ കണ്ട് പുള്ളിയുടെ ട്രക്കിൽ പോകുമായിരുന്നു. പുള്ളി തിരിച്ച് വന്ന് നമ്മളിത് സംസാരിച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ മലയാളികളെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ വേറെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ, അല്ലേ? നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തതിൽ നമുക്ക് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കളറിലുള്ള മലയാണ് ഇതോ കാണുന്ന പർപ്പിൾ കളറിൽ, മറ്റേ ലാവൻഡർ പാടം പൂത്ത് നിൽക്കുന്നത് പോലത്തെ ആ ഒരു കളറിലുള്ള മല. ഗൈസ്, നമ്മളെ 450 ടയർ പഞ്ചറായെന്നും പറഞ്ഞിട്ട് നമ്മുടെ പിന്നിൽ വന്നൊരു കാറിൽ വന്നൊരാളിങ്ങനെ പറഞ്ഞു തന്നിട്ട് പോയാട്ടാ. അപ്പം നമ്മൾ വന്ന വഴി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചധികം ദൂരം നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ പഞ്ചറൊക്കെ നമ്മൾ ഒട്ടിച്ച്, നമ്മുടെ കയ്യിൽ ടൂൾസൊക്കെ ഉള്ളായിരുന്നുകൊണ്ട് നമ്മൾ ടയർ ഇളക്കി. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതായത് വീലിൻ്റെ ടയർ റിമൂവ് ആക്കാനായിട്ട്. പക്ഷേ നമ്മൾ 4 പേരും ഉള്ളതുകൊണ്ട് നമ്മൾ ടയർ ഇളക്കി പഞ്ചർ കണ്ടുപിടിച്ച് പഞ്ചർ ഒട്ടിച്ച്. നമ്മുടെ കയ്യിൽ പഞ്ചർ കിറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ട്യൂബ് ടയറിൻ്റെ പഞ്ചർ കിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി നമ്മളൊന്ന് ടെസ്റ്റ് റൈഡ് അടിച്ച് നോക്കണം കേട്ടോ. കൈ ഫുള്ള് അഴുക്കായി, കുഴപ്പമില്ല. ഇതാ ഇവിടെ ഐ ലവ് കിയാരി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇൻഡസ് കഫേ എന്ന് പറഞ്ഞിട്ട് മിലിറ്ററി നടത്തുന്നൊരു കഫേയാണ് കേട്ടോ. ഇവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫുള്ള് ടയേർഡായി തളർന്ന്. വണ്ടി ഓക്കെ ആയ നോക്കട്ടെ. കൊള്ളാം. എന്താ ഇത് വണ്ടി ഓടിക്കാൻ എന്തായാലും വെയിറ്റിൻ്റെ ഇതല്ലേ ഉള്ളൂ. അങ്ങനെ ഗൈസ്, നമ്മൾ മിലിറ്ററിയുടെ കഫേയിൽ നിന്നും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല ഫുഡായിരുന്നു. നമ്മൾ ചിക്കൻ ചാവലാണ് കഴിച്ചത്, ചിക്കൻ റൈസ്, പിന്നെ ഭട്ടൂരയും കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. കണ്ടോ, 2 സൈഡും 2 തരത്തിലുള്ള മലകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സൈഡിൽ ഫുള്ള്, ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ പാറക്കല്ലുകൾ പൊടിഞ്ഞതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റൈറ്റ് സൈഡിൽ അതിൻ്റെ മല പോലെ ഉള്ളതാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ പാങ്കോങ് നദിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പാങ്കോങ് ലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആർമിയുടെ പല തരത്തിലുള്ള വാഹനങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. പലതും പല സെറ്റപ്പാണ്, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സെറ്റപ്പിലുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത് കേട്ടോ. അതായത് ഷട്ടർ പോലത്തതും വീട് പോലത്തതും എമർജൻസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉള്ള, അതായത് ടെൻറ്റിന് പകരം ഒരു ക്യാമ്പ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ പോലത്തെ സാധനങ്ങളുള്ള വണ്ടികളാണ് ഈ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് കിടക്കുന്നത് കേട്ടോ. ഗൈസ്, നമ്മളിപ്പം പോകുന്ന വഴിക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും സ്പീഡ് ലിമിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് പോകണം, സ്നോ ലെപ്പേഡ് ഉണ്ടാവും എന്ന് ഇംഗ്ലീഷിൽ ബോർഡ് വെച്ചിട്ടുണ്ട്.
ഒരു സ്നോ ലെപ്പേഡെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ സ്നോ ഇല്ല, ഫുൾ ഡ്രൈ ആയി കിടക്കുകയാണ്. സ്നോ ലെപ്പേഡ് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മലയിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങോട്ട് വരേണ്ടി വരും. വാവ്, രണ്ട് സൈഡും 2 കളർ മല, നടുക്ക് കൂടെ കറുത്ത കളർ റോഡ്, മേളിൽ നീലാകാശം. ഓഫ്, എൻലെസ് റോഡ്, അതായത് ഒരു അവസാനം ഇല്ലാത്തതുപോലെ റോഡ് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൈസ് കുറേ നേരം നമ്മൾ ഈ പാങ്ങോങ് ലേക്കിൻ്റെ സൈഡിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറോളം സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഇതാ തിരിച്ച് മെയിൻ റോഡിൽ കയറി നമ്മൾ പോവാണ്. ഇനി ഹാൻഡിലെ എത്താനായിട്ട് 83 കിലോമീറ്ററാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ നയോമ മിലിറ്ററി സ്റ്റേഷൻ്റെ മിലിറ്ററി ക്യാമ്പിൻ്റെ ആ ഒരു പോർഷനിൽ കൂടെയാണ് കേട്ടോ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വാവ്, ഭയങ്കര വലിയ മിലിറ്ററി ക്യാമ്പ് കേട്ടോ, ഭയങ്കര വലിയ മിലിറ്ററി ക്യാമ്പ്. ഇഷ്ടം പോലെ ആൾക്കാരും ഇഷ്ടം പോലെ ട്രക്കും സെറ്റപ്പും എല്ലാം ഉള്ളൊരു മിലിറ്ററി ക്യാമ്പ്. എന്ത് സൂപ്പർ സീനറിയാണ് നോക്ക്. നമ്മുടെ വിൻഡോസിൻ്റെ ആ ഒരു സ്ക്രീൻ സേവറില്ലേ അതുപോലെ അല്ലേ. നോക്ക്, പശുക്കളെയും ആടിനെയൊക്കെ മേയ്ക്കുന്നു, ആൾക്കാർ അവിടെ സെറ്റിൽ ചെയ്തേക്കുന്നു. കൊള്ളാം. നമ്മുടെ കയ്യിൽ ടെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ടെൻ്റൊക്കെ അടിച്ച് സ്വസ്ഥമായിട്ട് സെറ്റാവാം കേട്ടോ. അടിപൊളി ഏരിയ. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ അടുത്തൊരു ചെക്ക് പോസ്റ്റിൽ നിർത്തി പെർമിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ലേയിൽ സ്റ്റേ ചെയ്തിടത്ത് നിന്ന് നമ്മൾ പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി. അപ്പോൾ ആ ഒരു പെർമിറ്റ് ഇവിടെ കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇവിടെ നിർത്തി ആ ഒരു പെർമിറ്റ് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇൻഡോ ടിബറ്റൻ ബോർഡറാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് പെർമിറ്റ് കാണിക്കേണ്ടി വരും. നമ്മൾ ആധാർ വെച്ചിട്ടാണ് പെർമിറ്റ് കാണിച്ചിരിക്കുന്നത്. നോക്കട്ടെ. ഓക്കെ, ചോദിച്ചില്ലേ ഈ പുള്ളിനെ കാണിച്ച്. അങ്ങനെ ഗൈസ് നമ്മളിതാ പെർമിറ്റൊക്കെ കാണിച്ച് പെർമിറ്റൊക്കെ എടുത്ത് വണ്ടി നമ്പറൊക്കെ അവിടെ നോട്ട് ചെയ്ത് നമ്മളിതാ ബോർഡർ ക്രോസ് ചെയ്ത് പോവുകയാണേ. അയ്യോ, ഇത് വല്ലാത്ത ജാതി ഇരുമ്പ് പാലമായിപ്പോയല്ലോ. അമ്പോ, വാവ്, കൊള്ളാം കേട്ടോ. വല്ലാത്ത ജാതി ഇരുമ്പ് പാലം. അമ്പോ, പേടിയാവും. അതിലൂടെ കയറി വരുമ്പം പേടിയാവും കേട്ടോ. നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ റോഡ് 2ആയിട്ട് തിരിയും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ റൈറ്റ് റൂട്ട് പിടിച്ച് വേണം പോകാനായിട്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ജമ്മു കാശ്മീർ, ശ്രീനഗർ, ഈ ലഡാക്ക് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളുടെയും ഗൂഗിൾ മാപ്പ് ഓഫ്ലൈനായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട്, നെറ്റ്വർക്ക് ഇല്ലെങ്കിലും നോർമൽ മാപ്പിൽ കാണിക്കും. സാറ്റലൈറ്റ് വ്യൂ കാണിക്കത്തില്ല, നോർമൽ മാപ്പ് കാണിക്കും. പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും, ഒരിക്കലും അത് തെറ്റത്തില്ല കേട്ടോ. ഹലോ, ഹായ്. അങ്ങോട്ട് നോക്കൂ, അതൊക്കെ ഒന്ന് നോക്കിയാണ്. എന്ത് അടിപൊളിയല്ലേ. ഈ മേഘത്തിൻ്റെ ഈ നിഴലടിക്കുന്നതുകൊണ്ടാണ് ഈ മലയാളിക്ക് ഇങ്ങനെ പല ഷെയ്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വാവ്, ഈ റോഡിങ്ങനെ അവസാനിക്കാതെ ഇങ്ങനെ പോകുന്നൊരു ഫീല്. കൊള്ളാം കേട്ടോ. ശരിക്കും സൗദിയിൽ കൂടെയൊക്കെ ബൈക്ക് ഓടിച്ചതുപോലെ. ഈ സ്ഥലത്ത് കാണാനൊന്നും ഇല്ലെന്നൊക്കെ തോന്നും, പക്ഷേ ഈ ഒരു വഴിയിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ, അതൊരു രക്ഷയില്ല കേട്ടോ. ഇതാ റോഡ് അവസാനിച്ചോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാതെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരത്തു നിന്നൊക്കെ വണ്ടികളൊക്കെ വരുന്ന കാണാം. ഇത് കംപ്ലീറ്റ് മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാണ്, മലകളുടെ ഇടയിൽ കൂടെയൊക്കെ ഉള്ളൊരു വഴിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഹാൻഡ്ലേ എത്തിയിരിക്കുകയാണ് കേട്ടോ. പ്രോപ്പർ ഹാൻഡ്ലേ എന്ന് പറഞ്ഞാൽ ഇതാണ്, കാണുന്ന കുറച്ച് ബിൽഡിങ്ങുകൾ മാത്രമുള്ളതാണ് കേട്ടോ ഹാൻഡ്ലേ. അപ്പോൾ നമ്മൾ എവിടെ കിടക്കും, എവിടെ കഴിക്കും എന്നൊന്നും അറിയില്ല കേട്ടോ. നോക്കാം, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇനി കറക്റ്റ് ഹാൻഡിൽ 1 കിലോമീറ്റർ കൂടെ മാപ്പിൽ കാണിക്കുന്നുണ്ട്. ഇത് അങ്ങ് ദൂരെ കുറേ സെറ്റിൽമെൻറ്റ് കാണുന്നുണ്ട്. ഓക്കെ, സോ
ഇനിയും കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് കേട്ടോ. എൻ്റെ തൊണ്ടയ്ക്ക് നല്ല രീതിക്കുള്ളൊരു പണി കിട്ടി, നല്ലൊരു പെയിന്, ഇപ്പോൾ ത്രോട്ട് പെയിൻ വരുന്നുണ്ട്. ഇത്രയും നേരം മഫ്ലറൊന്നും ഇല്ലാതെയാണ് ഞാൻ വണ്ടി ഓടിച്ചത്. തണുത്ത കാറ്റടിച്ചിട്ടായിരിക്കണം എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഹാനിലെത്തി കേട്ടോ. ഹാനിലെത്തി നമ്മൾ റൂമൊക്കെ നോക്കി. അതായത് ഹോം സ്റ്റേ സെറ്റപ്പാണ് ഇവിടെ കംപ്ലീറ്റ് ഉള്ളത്. പക്ഷേ പെർ ഹെഡ് 1500 1200 പലരും പറയുന്നു. നമ്മളൊരു ഷോപ്പിൽ കയറി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ വന്ന് ടെൻ്റ് അടിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, പിന്നെ വലിയ പാടമാണ് കേട്ടോ, കണ്ടെത്താ ദൂരം വരെ ഒരു പാടം. പിന്നെ ആ സൈഡിൽ നിന്നാണ് നമുക്ക് ഉംബ്ലിങ്ങിൽ കയറി പോകേണ്ടത് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം 80 കിലോമീറ്ററാണ് ഉംബ്ലിങ്ങിലൊക്കെ ഉള്ളത്. ഉംബ്ലിങ്ങിലെ കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തും കൂടെ പോകുന്നുണ്ട്. അതായത് ചൈന ബോർഡറായ ഏതളിയ ദംചോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാറുണ്ട് അല്ലേ? അവിടെ പരിപാടികൾ നടക്കും. അപ്പം നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഉംബ്ലിങ്ങിലേക്ക് പോകും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നാ ബൈ.